ഇന്ന് ഓർമ്മകൾ ഉപേക്ഷിച്ചവർക്കുള്ള ദിനം. അവരുടെ ചിന്തകളിലേക്കൊന്ന് യാത്ര പോയാലോ? എന്താവാം ആ മനസ്സുകൾ നമ്മോട് പറയുക? ഞാനിപ്പോൾ ഈ ദുനിയാവിലെ ഏറ്റവും സന്തുഷ്ടനായ വ്യക്തി. സ്നേഹവും കരുണയും ഒഴിഞ്ഞു പോകുന്നത് ഞാൻ അറിയുന്നില്ല. ഉള്ളവനും ഇല്ലാത്തവനും അകന്നകന്നു പോകുന്നത് ഞാൻ കാണുന്നില്ല. മക്കളും കുഞ്ഞുമക്കളും ഒരു വീടിനുള്ളിൽ പല അറകൾ തീർക്കുന്നത് എനിക്കറിയേണ്ടതില്ല. സ്വന്തം മാനത്തിന് ജീവിതം കൊടുക്കേണ്ടി വരുന്ന മുഖങ്ങൾക്കിപ്പോൾ രൂപമില്ല. നീതിപീഠത്തിൽ തെളിവുകൾ നിരത്താൻ ബുദ്ധിമുട്ടേണ്ടതില്ല. അതിരുകൾ കാക്കുന്ന ധീരജവാന്മാരുടെ രക്തസാക്ഷിത്വത്തെ ദേശസ്നേഹത്തിൻ്റെ ശവപ്പെട്ടിയിലാക്കി ആഘോഷിക്കപ്പെടുന്നതും ദളിതനും ദരിദ്രനും പശുവിനേക്കാൾ വിലയില്ലാതായതും ശാസ്ത്രയുക്തിബോധ സാംസ്കാരിക പ്രവർത്തനം വധിക്കപ്പെടാനുള്ള കാരണമാകുന്നതും എന്നെ തളർത്തുന്നില്ല. ആതുരാലയത്തിൽ നിന്നും വീട്ടിലേക്കുള്ള ദൂരം മരണപ്പെട്ട പ്രിയതമയെ ചുമലിൽ താങ്ങി നടന്നളന്നതും കാഴ്ചയിലില്ല. അധസ്ഥിതരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നവർ കലാശാലകളിൽ ഒരു മുഴം കയറിൽ തൂങ്ങുന്നതും എന്നെ സ്പർശിക്കുന്നേയില്ല. വിണ്ടുകീറുന്ന ഭൂമിയെ, മലിനമാകും ജലാശയത്തെ, നിരന്നു താഴും മലകളെ, ഉയർന്നു പൊങ്ങും വയലുകളെ, വറ്റിവരളും കുടിനീരിടങ്ങളെ ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നേയില്ല. ഇനിയും ഏറെയുണ്ട്. അധികമാകും പറഞ്ഞാൽ. ഇതാണ് ജീവിതത്തിലെ ഏറ്റവും ആനന്ദാനുഭൂതി ലഭിക്കും അവസ്ഥ. അസൂയ തോന്നുന്നു അല്ലേ? എന്നാൽ പോന്നോളൂ, നീയും രക്ഷപ്പെടും ഈ ദുരന്ത കാഴ്ചകളിൽ നിന്ന്.